കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനം ആ വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ്. സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന VS അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും. തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും? അദ്ദേഹം നടത്തിയ ചില വഞ്ചനകൾ, അടുത്ത കാലത്ത് നടത്തിയ ചില വഞ്ചനകൾ കേരളത്തിലെയും പ്രിയപ്പെട്ട ജനങ്ങളുടെയും പ്രിയപ്പെട്ട സഖാക്കളുടെയും മുന്നിൽ അവരുടെ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കാനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എനിക്ക് വിളിക്കേണ്ടി വന്നത്. അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ, എൻ്റെ ഫോണെന്നെടുത്ത് റൂമിലുണ്ട്, അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത്, ഒരുപാട് വഞ്ചനകൾ, അതിൽ കേരളത്തിലെ ജനം ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ള വഞ്ചന, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ഹിന്ദു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂ ആണ്. ഏകദേശം ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഇത് കേരളത്തിൽ കത്തിക്കാളി നിൽക്കുകയും അജിത് കുമാറും മുഖ്യമന്ത്രിയും RSSുമായി ബന്ധമുണ്ടെന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും 150 കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ 150 കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു, ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ, ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ആ വിഷയം ഏറ്റെടുക്കുന്നത്, ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ആ ഇൻ്റർവ്യൂ ഏറ്റെടുക്കുന്നത് PV അൻവറാണ്. ഇന്നലെ UDFൻ്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട KC ആ വിഷയം ഉന്നയിക്കുന്നത് ഞാൻ കണ്ടു. ഹിന്ദു പത്രം ആ ഇറങ്ങിയ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അന്ന് രാവിലെയാണ് ഈ പത്രം ഇറങ്ങുന്നത്. ആരും കാണാതെ ഒളിച്ച് കടത്താൻ ശ്രമിച്ച കേരളത്തിലിറങ്ങിയ ഹിന്ദു പത്രങ്ങൾ മുഴുവൻ CPMൻ്റെ പ്രവർത്തകർ നേരം പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത്. ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ജില്ലയാകെ, ഒരു സമൂഹത്തെയാകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് ഇത് പറയാതെ പോയത്? ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും. അപ്പോൾ മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ? എന്താ കാരണം? അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ്. ആ സമുദായമാണ് ഈ കള്ളക്കടത്തിൻ്റെ എല്ലാം പിന്നിൽ. അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ. BJPക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിൻ്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത്. കേരളമാകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു. ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം. അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു. നിങ്ങളാരും അതറിഞ്ഞില്ല. പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ, കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമി മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. ഇതിൽ പറയുന്ന കണക്കുകൾ
മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്ക. അപ്പോൾ എന്തായാലും UDF നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വഞ്ചന 2021 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക. എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ RSSൻ്റെയും BJPയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. CRCയും NRCയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ. പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. വഞ്ചന നടത്തിയത് ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ? എത്രയോ കാലങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ്. ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും, മുസ്ലിം ലീഗ് അടക്കം, ആവർത്തിച്ച് ഗവൺമെൻറ്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ്. പണം കൊടുത്ത് വാങ്ങിയ ഫറൂഖ് കോളേജ് ചെയ്ത ആ വീഴ്ചയ്ക്ക് ഞങ്ങളുടെ സമുദായം ഉത്തരവാദിയല്ല. അവരെ ഇറക്കി വിടരുത്, അവരുടെ കുടിക്കടാവകാശവും അവരുടെ നികുതിയും എടുക്കണം എന്ന് പറഞ്ഞില്ലേ? ആരാ വഞ്ചന നടത്തുന്നത്? ഇപ്പോഴും ആ സ്റ്റാൻഡിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ 99.9% അതാണ്. വിശ്വാസി സമൂഹം എന്താ? ഇസ്ലാമിൻ്റെ അടിവരയിട്ട് പറയുന്നത് എന്താ? ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധമല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. നമ്മൾ കള്ള് കച്ചവടം നടത്തിയും കഞ്ചാവ് വിറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിൻ്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ മുനമ്പത്തെ അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ കണ്ണീര് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റിന് പുറത്താണ്. അവരുടെ കണ്ണീരിനാണ് ഇസ്ലാമിൻ്റെ വില. അത് കണക്കാക്കിക്കൊണ്ടാണ് ഫറൂഖ് കോളേജ് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഈ മനുഷ്യരെ ശിക്ഷിക്കരുത് എന്ന് മുസ്ലിം സമുദായങ്ങളും മുസ്ലിം ലീഗും നിലപാടെടുത്തത്. ആ 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആ വിഷയം വാക്ക് കൊടുത്ത് ക്രൈസ്തവ സമുദായത്തെ വഞ്ചിച്ചവനാണ് ഇവിടെ നിലമ്പൂരിൽ വന്ന് PV അൻവർ വഞ്ചകനാണ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇത്. ശബരിമല എന്താ വിഷയം? എന്തിനാണ് ഇവർ ഈ മതവിഷയങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത്? ആ സമുദായത്തെ മുഴുവൻ, ഹൈന്ദവ സമുദായത്തെ മുഴുവൻ കേരളത്തിലൊട്ടാകെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, അവഹേളിച്ച് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പൊളിഞ്ഞു പോയില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നല്ലോ ഇപ്പോഴത്തെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി. അപ്പോൾ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. എത്ര സമരങ്ങൾ ഇവിടെ നടന്നു? ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത്. PSC മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. ഒരാൾക്ക് തൊഴിലില്ല. നിയമന നിരോധനം. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും 2001 ഈ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച് അധികാരത്തിലെത്തിച്ച ആ സമൂഹത്തെ, ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ഈ മുഖ്യമന്ത്രി വഞ്ചിച്ചു. കർഷകരെ എന്താ പറഞ്ഞിരുന്നത്? സ്വാമിനാഥൻ കമ്മീഷൻ അനുസൃതമായി കേരളത്തിൽ ഈ വിഷയം പരിഹരിക്കും. സ്വാമിനാഥൻ കമ്മീഷൻ ഇന്ത്യയിലാകെ നടപ്പാക്കണമെങ്കിൽ കേന്ദ്രം വിചാരിക്കണം. എന്താണ് സ്വാമിനാഥൻ കമ്മീഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ആവശ്യങ്ങൾ? ഒന്ന്, കൃഷി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ 1.5 ഇരട്ടി, അതായത് 1 കിലോ കപ്പ ഉണ്ടാക്കാൻ
50 രൂപയാണ് ചിലവ് വരുന്നെങ്കിൽ അതിൻ്റെ 1.5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 50 + 75 125 രൂപ അടിസ്ഥാന വിലയായി നിശ്ചയിക്കുമെന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. അതുപോലെ തന്നെ സബ്സിഡി ഇനത്തിൽ ഇവർക്കുള്ള വളവും മറ്റ് സൗകര്യങ്ങളും നൽകണം. ആ സ്വാമിനാഥൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ കർഷകർക്ക് അദ്ദേഹം നൽകിയ റെക്കമെൻഡേഷനുകൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയാണ്. കോടിക്കണക്കിന് കർഷകരെയാണ് ഈ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വഞ്ചിച്ചിട്ടുള്ളത്. ഈ കർഷകരോട് കൊടും വഞ്ചന നടത്തിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. റബ്ബർ കർഷകർ 300 രൂപ കേരളത്തിലേക്ക് അതിൻ്റെ വിലയെത്തിക്കാൻ അല്ലെങ്കിൽ സബ്സിഡി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഫണ്ട് നൽകിക്കൊണ്ട് ഞങ്ങൾ റബ്ബർ കർഷകരെ സംരക്ഷിക്കുമെന്ന് കേരളത്തിന് ഉറപ്പ് നൽകിയതാരാ? ഈ മുഖ്യമന്ത്രിയാണ്. ജപ്തി, കേരളത്തിലെ ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീടുകൾ ഉണ്ടാക്കുകയാണ്. വീട് 10 സെൻറ്റും വീടുമുള്ളവനെ ഒരു കാരണവശാലും ഈ കേരളത്തിൽ ഇറക്കി വിടില്ല എന്ന് തീരുമാനിച്ച് പ്രഖ്യാപനം നടത്തിയത് ഈ മുഖ്യമന്ത്രിയാണ്. 1 ഏക്കറിലാണ് ഭൂമി വെച്ചിട്ടുള്ളെങ്കിൽ ആ 10 സെൻറ്റും വീടും നിൽക്കുന്ന സ്ഥലം തിരിച്ചു കൊടുത്ത് ആ 90 സെൻറ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി. 100 കണക്കിന് ആളുകളാണ് കർഷകർ ഇവിടെ ജപ്തിയിൽ മരിച്ചു വീഴുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ സഹകരണ സംഘ ബാങ്കിൻ്റെ അർബൻ ബാങ്കിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന് വലിയ കാറും സൗകര്യങ്ങളും വലിയ സൗകര്യങ്ങളും അതിൻ്റെ അകത്തുമൊക്കെ ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിൽ അറിയാം നിങ്ങൾക്ക്? എത്ര എണ്ണം? മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്ക് ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞത് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരോട് നടത്തിയ കൊടും വഞ്ചനയാണ്. ആ വഞ്ചനയ്ക്ക് കേരളത്തിലെ ജനം ഒന്നടങ്കം ഈ വഞ്ചകനായ ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും തിരിച്ചടിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ അവർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു ഘട്ടമായി ഇതിനെ അവർ ഉപയോഗിക്കും. വ്യാപാരികൾ എന്തായിരുന്നു വ്യാപാരികൾക്ക് നൽകിയ വാക്ക്? നമുക്കറിയാം, കേരളത്തിൽ ഒരു പ്രൊഡക്ഷനും ഇല്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി തൊട്ട് ഗോതമ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിലേക്ക് വരുന്നത്. മുഴുവനും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടക്കുകയാണ്. കച്ചവടക്കാർ മുഴുവൻ കടക്കണിയിലേക്ക് പോയി. വ്യാപാരികൾ, ചെറുകിടക്കാരും ഇടത്തരക്കാരുമൊക്കെ ഓൺലൈൻ കച്ചവടം കേരളത്തിൽ നിയന്ത്രിക്കാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുമെന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ കച്ചവട വ്യാപാരി സമൂഹത്തോട് വാക്ക് നൽകി. വല്ല നിയന്ത്രണമുണ്ടോ? അടിച്ചേൽപ്പിക്കുകയല്ലേ വീണ്ടും ടാക്സുകൾ. ആ വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കി കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങാടികളിലൂടെ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അടച്ചുപൂട്ടിയ ഷട്ടറുകൾ ആയിരക്കണക്കിനാണ് കേരളത്തിൽ. വാടക കൊടുക്കാൻ കഴിയാതെ ഉള്ള വീട് പണയം വെച്ച് വാടക കൊടുത്ത് ജീവിച്ചവൻ വീടും പോയി, കച്ചവടവും പോയി, കൂലിത്തൊഴിലാളിയായി നടക്കുന്ന മാന്യമായി ജീവിച്ചിരുന്ന ഇടത്തരക്കാരും സാധാരണക്കാരുമായ വ്യാപാരികൾ കേരളത്തിലൂടെ തെണ്ടാണ്. ആ സമൂഹത്തോട് നടത്തിയ വഞ്ചനയ്ക്ക് വല്ല കണക്കുണ്ടോ? വഞ്ചനയ്ക്ക് നേതൃത്വം നൽകുന്ന വഞ്ചകനായ മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരല്ലേ? അവിടെയാണ് PV അൻവർ വഞ്ചകൻ എന്ന് പറയുന്നത്. പ്രവാസികൾ നിതാക്കാത്ത പ്രശ്നമുണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും അവിടെ നിൽക്കേണ്ട, പെട്ടെന്ന് വരൂ, കടന്നു വരൂ, കേരളം അമേരിക്കയായിരിക്കുന്നു, കാനഡയായിരിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമായ പണം ഞങ്ങൾ നൽകാം, നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകാം, ഫ്രീ ആയിട്ട് ലോൺ നൽകാം, ഇൻട്രസ്റ്റ് തരണ്ട. എന്താ പ്രവാസികളുടെ സ്ഥിതി? തിരിഞ്ഞു നോക്കാനുണ്ടോ? വലിയ സംഭവങ്ങൾ നടത്തി. ലോക കേരള സഭ കേട്ടാ ഞെട്ടും. ലോകത്തിൽ ഒരുപാട് മുതലാളിമാരെ വിരിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു സമ്മേളനം നടത്തി. എന്താണ് ഔട്ട്പുട്ട്? 100 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചോ? ഈ കേരളത്തെ കേരളമാക്കിയത് ഈ പാവപ്പെട്ട പ്രവാസികളാണ്. അവരുടെ കഠിനാധ്വാനമാണ് ഈ കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകലമാന വികസനവും. ആ പ്രവാസികളോട് ഇത്രമാത്രം കൊടുവഞ്ചന നടത്തിയ ഈ മുഖ്യമന്ത്രി വഞ്ചകൻ എന്നല്ലാതെ അദ്ദേഹത്തെ വേറെന്താ വിളിക്കുക? ഈ ADGP അജിത് കുമാറുമായുള്ള ഏറ്റുമുട്ടൽ ഞാൻ എവിടെ ആരംഭിക്കുന്നത്?
എനിക്കെന്താ ഈ പറയുന്ന മറുനാടൻ മലയാളി സാജനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ഒരു വിദ്വേഷമില്ല. ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന എന്താ പറയുക പ്രഭാഷണങ്ങൾ എന്താണ്? രണ്ട് മതസമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കണം, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും. എന്തിനു വേണ്ടിയാ? ഭയങ്കര ക്രൈസ്തവ സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കും, മുസ്ലിം വിരുദ്ധത അദ്ദേഹം എന്താ പറയുക പ്രഭാഷണം നടത്തും. അപ്പം എന്താ, മുസ്ലിങ്ങളും കാണും ക്രിസ്ത്യാനികളും കാണും, വ്യൂവർഷിപ്പ് കൂടും. 3-4 കോടി രൂപയാണ് എന്താ പറയുക ഒരു വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ടാക്സ് കൊടുത്തിട്ടുള്ള വരുമാനം. അദ്ദേഹത്തിൻ്റെ പരിപാടി പണമുണ്ടാക്കുന്ന കച്ചവടമാണ്. ഇവിടെ ജ്യേഷ്ഠനനിയന്മാരെ പോലെ ജീവിക്കുന്ന നാടാണ് കേരളം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് മലബാറിൽ ഒരു വ്യത്യാസമില്ല. ഒരു പാല് ഞങ്ങൾ കിടന്നുറങ്ങും. എന്താ പറയുക സ്വന്തം ജ്യേഷ്ഠനനിയന്മാരെ പോലെ. എനിക്ക് ആ ക്രൈസ്തവ സമുദായത്തെ കൃത്യമായിട്ട് അറിയുന്നതാണ്. ഞാൻ 6ാം ക്ലാസ് തൊട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഈ മലയോര മേഖലയിൽ മുഴുവൻ ക്രൈസ്തവരാണ്. വല്ല വർഗീയ ചിന്തയുണ്ടോ? ഈ സിസ്റ്റേഴ്സ്, ഇവിടുത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേരളത്തെ പഠിപ്പിച്ച ക്രൈസ്തവ സമുദായം മറക്കാൻ പറ്റുമോ? മലയോരം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ചാവറയച്ചൻ പള്ളിയും പള്ളിക്കൂടവും ഈ നാടിൻ്റെ മുഴുവൻ വികസനത്തിന് അടിത്തറ പാകിയ സമുദായം. അവരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ഒരു മനസ്സുപോലെ ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കുന്ന ഈ മലബാറിൽ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. വർഗീയതയുണ്ടാക്കുക, മനുഷ്യന് വിഭജനം. ഞാനൊരു മതേതരവാദി എന്ന നിലക്ക് തന്നെയാണ് ഞാൻ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള യൂട്യൂബർമാർക്ക് മാത്രം എതിരെ ഞാൻ മുന്നോട്ട് നീങ്ങിയത്. എന്തായി? നിരവധിയായ കേസുകൾ കൊടുത്തു. അവസാനം കേരളത്തിലെ പോലീസിൻ്റെ വയർലെസ് മെസ്സേജ് ചോർത്തിയ വീഡിയോ വന്നു. അതിൻ്റെ പേരിൽ കേസ് വന്നു. സാജൻ സക്കറിയ മുങ്ങി. കേരളമാകെ അന്വേഷിച്ചു, ഇന്ത്യയാകെ അന്വേഷിച്ചു. അജിത് കുമാറാണ് നേതൃത്വം നൽകുന്നത്. ഞാനും അജിത് കുമാറും തമ്മിൽ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു. അന്ന് സത്യസന്ധമായിട്ടാണ് മുഖ്യമന്ത്രി ഇടപെട്ടത് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ ഈ വ്യക്തി പൂനെയിൽ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുന്നു. ഈ അജിത് കുമാറിന് വിവരം കൊടുക്കുന്നു. എനിക്കും അജിത് കുമാറിനും മാത്രം അറിയുന്ന സ്വകാര്യ വിവരം. പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും സാജൻ സ്കർഗിയ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ ഫാമിലായിരുന്നു അദ്ദേഹം ഒളിച്ചിരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഫോൺ വരുന്നു. സാറേ, അദ്ദേഹം രക്ഷപ്പെട്ടു, അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ്, കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ആരംഭിക്കുകയാണ്. കാരണം ഈ ഞാൻ കൊടുത്ത കേസ് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പുറത്ത് കടത്തി വിവരം കൊടുത്ത പബ്ലിഷ് ചെയ്ത കേസാണ്. അത് ഇന്ന് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 2000 66F എന്ന് പറയുന്ന സെക്ഷൻ അട്രാക്റ്റ് ചെയ്യുന്ന കേസാണ്. IT ടെററിസമാണ്. ആ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ 14 വർഷം ശിക്ഷയാണ്, ജാമ്യമില്ല. കടുത്ത വകുപ്പാണ്. പിന്നെയും ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അന്വേഷണം തുടങ്ങി. ഡൽഹിയിലുള്ള ഒരുപാട് വക്കീലുമാർ എന്നെ സഹായിക്കാൻ അതിന് തയ്യാറായി. മുൻകൂർ ജാമ്യത്തിന് വക്കീലിനെ തേടി ഈ പറയുന്ന സാജൻ സക്കറിയ ഡൽഹിയിലെത്തുമെന്നുള്ള വിവരം ഡൽഹിയിലെ പ്രധാനപ്പെട്ട എല്ലാ വക്കീൽമാരുടെയും കേന്ദ്രങ്ങളിൽ ഇദ്ദേഹം വന്നു പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഡൽഹിയിലെ മതേതരവാദികളായ വക്കീലുമാരാണ്. എല്ലാ വിഭാഗം, എല്ലാ പാർട്ടി ലീഡർഷിപ്പ് മെമ്പർമാരും അതിലുണ്ട്. അങ്ങനെ വിവരം കിട്ടുന്നു. എങ്ങനെ വിവരം? ഇന്ന ദിവസം ഇന്ന സമയത്ത് വൈകുന്നേരം 7 മണിക്ക് ഡൽഹിയിൽ ഇന്ന വക്കീലിനെ കാണാൻ അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നു. നമുക്കിപ്പോൾ കേരളത്തിൽ ഏത് വക്കീലിനെ കാണാനും വൈകുന്നേരം ഫ്രീ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം കാത്തിരുന്നാൽ പോയി കാണാം. ഡൽഹിയിലെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ 10 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ മുൻകൂർ ബുക്ക് ചെയ്ത് അതിന് ആ ഇൻട്രാക്ഷന് പണമടക്കണം. അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഉയർന്ന വക്കീൽമാരെ. അങ്ങനെ അവിടുത്തെ ഏറ്റവും ഒരു ഉയർന്ന വക്കീലിന് അദ്ദേഹം ഫീസ് അടച്ച വിവരം കിട്ടുന്നു. കൃത്യമായ വിവരം ഞാൻ ഈ അജിത് കുമാറിന് കൊടുക്കുന്നു. പക്ഷേ പൂനെയിലുണ്ടായ സംഭവം എനിക്കുണ്ടാക്കിയ ഡൗട്ട്. എനിക്ക് വിവരം തന്ന ഒരു വക്കീലിനോട് ഞാൻ പറഞ്ഞു, വക്കീലെ നിങ്ങളൊന്ന് അവിടെ പോകണം. വൈകുന്നേരം 7 മണിക്കാണ് ഈ വക്കീലിൻ്റെ വീട്ടിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് ദൂരെ വാഹനത്തിലൊന്ന് ഇരുന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കണം. 6:45 അജിത് കുമാറിനെ ഞാൻ വിളിക്കുന്നു. അജിത് കുമാർ പറഞ്ഞു, ഒരു DYSP 3 CIമാരും 2 SIമാരും 4ഓളം പോലീസുകാരും മഫ്റ്റിയിൽ അവിടെയുണ്ട് സാറേ. പല ഭാഗത്തായി നിൽക്കുകയാണ്, കാത്തിരിക്കുകയാണ്, എല്ലാം റെഡിയാണ്. 7 മണിക്ക് വന്ന് അവൻ കയറുന്നതിന് മുമ്പ് അവിടുന്ന് പൊക്കുമെന്ന് പറഞ്ഞു. 6:50 6:55
7 മണിയായി, 7:05 കറക്റ്റ് 7 മണിക്ക് സാജൻ സക്കറിയ അവിടെ വന്ന് ഇറങ്ങുന്നു. വക്കീലിൻ്റെ വീട്ടിലേക്ക് സെക്യൂരിറ്റിയോട് എന്തോ ഒരു റെസിപ്റ്റ് കാണിച്ചു കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറുന്നു. അദ്ദേഹം വരുന്നുണ്ടോ നോക്കുന്ന വക്കീൽ ഈ കാറിലിരിക്കുക. ഒരു വലിയ ചീനി മരമുള്ള, നിങ്ങൾക്കറിയാം ഏഷ്യാഡ് ഗ്രാമം ഡൽഹിയിൽ പരിചയമുള്ളവർക്കറിയാം. ഏഷ്യാഡിന് വേണ്ടി പണ്ട് കെട്ടിയിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ സർക്കാർ പിന്നീട് വിറ്റ് വക്കീലുമാരും ഉദ്യോഗസ്ഥന്മാരും താമസിക്കുന്ന വലിയ കോളനിയാണ്. വലിയ വലിയ മരങ്ങളുണ്ടായിട്ടുണ്ട്, വലിയ റോഡ്. ആ മരത്തിൻ്റെ ഒരു ചീനി മരത്തിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി എന്നെ വിവരം തന്ന വക്കീൽ അവിടെ ഇരിക്കുക. കറക്റ്റ് 7 മണിക്ക് സാജൻ സക്രിയ കയറി പോകുന്നു. 7:05 ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിക്കുന്നു. എന്തായി? അദ്ദേഹം പറഞ്ഞു നമ്മുടെ ടീമൊക്കെ ഇവിടെ റെഡിയാണ് സാറേ, വന്നിട്ടില്ല. അപ്പോൾ വക്കീൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, നോബഡി ഹിയർ ഓരോ 10 മിനിറ്റിലും. 7:20 ഞാൻ വീണ്ടും വിളിച്ചു അജിത് കുമാറിനെ. അദ്ദേഹം പറയുന്നു അദ്ദേഹം വന്നിട്ടില്ല, സക്രിയ വന്നിട്ടില്ല. 7:30 അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. 7:45 7:35 ഞാൻ വീണ്ടും വിളിച്ചു, സാറേ നമുക്കൊരു 8 മണി വരെ നോക്കാം അദ്ദേഹം വരുന്നുണ്ടോന്ന്. അങ്ങനെ 8 മണിക്ക് വീണ്ടും ഈ പറയുന്ന അജിത് കുമാർ എന്നെ വിളിക്കുക, സാറേ അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ, അദ്ദേഹം വന്നിട്ടില്ല. പച്ച നുണ പറയുന്നു. അപ്പോൾ എനിക്ക് പിന്നൊന്നും ആലോചിക്കാനില്ലല്ലോ. ഞാൻ രാത്രിക്ക് രാത്രി ഇവിടുന്ന് വണ്ടിയെടുത്ത് തിരുവനന്തപുരത്ത് പോയി. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. ഈ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു. ഞാൻ അന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പി ശശിയും അജിത് കുമാറും നിങ്ങളെ ചതിക്കും. ഈ വീടിൻ്റെ അകത്ത് കിണറുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല, ആ കിണറിൽ നിങ്ങളവർ തള്ളുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഞാൻ. പക്ഷേ അന്നൊക്കെ ഞാൻ എൻ്റെ പിതാവിനെ പോലെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. അദ്ദേഹം ഈ വഞ്ചകൻ്റെ കൂടെയാണ് ഈ പറയുന്ന ഇവിടെ വർഗീയവാദമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അജിത് കുമാറിൻ്റെയും പി ശശിയുടെയും ഈ നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് എത്ര കാലത്തിന് ശേഷമാണ് പിന്നീടുള്ള എൻ്റെ 6 മാസത്തെ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് തിരിച്ചറിയുന്നത്. എവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്? ഈ മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കയറി വന്ന അന്ന് തൊട്ടാണ്. എവിടെയാണ് ഇവരെ എന്താ പറയുക, ഈ പി ശശി ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്? മുഖ്യമന്ത്രി കള്ളക്കടത്തിൻ്റെ ഭാഗമാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെ ഇതിന് ദുരുപയോഗം ചെയ്തു. ആര്? പി ശശി. ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു. പൊടി പൊടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കയറിയ അന്നോട്ടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഒരു ഗതിയിലേക്ക് എത്തിയത്, ആ കുടുംബം ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു കുടുംബനാഥനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാറേണ്ടി വന്നത് ഈ റിയാസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ ഇത് കണ്ടെത്തുന്നു. മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തുന്നു. മകനെയും മരുമകളെയും പൊക്കണോ, അതല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണോ എന്നിടത്തേക്കാണ് നെഗോസിയേഷൻ പോയത്. ആ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. കേരളത്തിലെ ജനങ്ങൾ ഇത് അടിവരയിട്ട് സഖാക്കൾ ഇത് മനസ്സിലാക്കിക്കോ. അനങ്ങാ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അവിടെ തിരിഞ്ഞാൽ ആ കേസ്, ഇവിടെ തിരിഞ്ഞാൽ SFIO, അവിടെ തിരിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ബാക്കിലേക്ക് തിരിഞ്ഞാൽ മറ്റു പലതും ഞാൻ ഇതുവരെ പറയാത്തത്. ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. കയ്യും കാലും ചങ്ങലക്കിട്ട മുഖ്യമന്ത്രിയാണ്. അറിയോ നിങ്ങൾ? കേന്ദ്ര ഏജൻസികൾ ഇവിടെ പല പണിയും നോക്കിയിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയവും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത BJPക്കുള്ള RSSനുള്ള കൃത്യമായ ബുദ്ധികേന്ദ്രം ഒരു തീരുമാനമെടുത്തു. കേജ്രിവാളിനെയും സോറനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനേക്കാളും നല്ലത് ഒരു ചെങ്കൊടിക്ക് പിന്നിൽ ഒരു RSSൻ്റെ മുഖ്യമന്ത്രിയെ ഇരുത്താമെന്ന അവരുടെ തീരുമാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വസ്തുത. ഞാൻ ദൈവത്തെ സാക്ഷിയാക്കിയാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂരിലെ പൂരം കിടക്കുന്നത്. BJP നേതൃത്വം തലകുത്തി മറിഞ്ഞിട്ട് ഈ കാലത്ത് നടക്കുന്ന സാധിക്കാത്ത കാര്യം ഒരു ADGP അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഭംഗിയായി നടത്തി കൊടുത്തു. ആരോടാ മുഖ്യമന്ത്രി വഞ്ചന കാണിക്കുന്നത്? ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പാവപ്പെട്ട തൊഴിലാളികളോട് മുഴുവൻ വഞ്ചനയല്ലേ അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? മകളെ 6 മാസം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചാൽ തൂക്കിക്കൊല്ലൊന്നുമില്ല. ഈ സ്വർണ്ണക്കേസിൽ 6 മാസം ഫൈൻ അടച്ചാൽ തീർന്നു. എൻ്റെ മകൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കാനുള്ള
ത്രാണി ഉണ്ടാകേണ്ട വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് അദ്ദേഹം തയ്യാറായില്ല. അവിടെയാണ് ഈ പ്രശ്നം. അദ്ദേഹം വെറും അച്ഛനായി മാറി. മക്കൾ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നിടത്ത് എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി. അതിൻ്റെ ദുരന്തമാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ലൈവായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ വഞ്ചന എന്താ? വയനാട് പുനരധിവാസം. ആ ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രി എന്തിനു വേണ്ടിയാണ് വഞ്ചിച്ചത്? മറുപടി പറയണം. ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടാണ് സെപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല, വയനാടിന് സെപ്പറേറ്റ് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് വയനാടിന് വേണ്ടി മാത്രം ഒരു ഫണ്ട് ഉണ്ടാക്കി. ആ ഫണ്ടിൽ 777 780 കോടി രൂപ ജനങ്ങൾ കൊടുത്തു. ഗവൺമെൻറ് കണക്ക് പുറത്തു വിട്ടു. 400 വീടാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഒരു വർഷമായി ഇപ്പോഴും ഓല കെട്ടിയും പാഴ കെട്ടിയും വീട്ടിൽ കിടന്നുറങ്ങുക ഈ പാവങ്ങൾ. 1.25 കോടി രൂപ ഈ സാധുക്കൾക്ക് ചെക്ക് എഴുതി കൊടുക്കാം. ഒന്നും നോക്കാനില്ലല്ലോ ഗവൺമെൻറ്റിന്. ഈ ജനം അവർക്ക് കൊടുക്കാൻ തന്ന പണം നിങ്ങൾ എവിടെയാ പോയി സന്തോഷമായി നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കൂ എന്ന് പറഞ്ഞ് ആ പണം കൊടുത്തവരെ പിരിച്ചുവിടണം. നിലമ്പൂരിലെ ജനങ്ങൾ വയനാടും നിലമ്പൂരിലെയും കവളപ്പാറയും കമ്പയർ ചെയ്യുന്നു. കേരളത്തിലെ ജനങ്ങൾ 6 മാസം കൊണ്ട് PV അൻവർ അവിടുത്തെ പ്രശ്നം തീർത്തെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കൊടും വഞ്ചന നടത്തി. അവിടെ മരുമകൻ്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് മാറി നിന്ന് കൊടുക്കുന്നു മുഖ്യമന്ത്രി. അറിയോ നിങ്ങൾക്ക്? ഇതിലും വലിയ കൊടും വഞ്ചന മറ്റെന്ത് വഞ്ചനയാണ് ഇനി നമുക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചത് എന്താ? കോഴി ഫാമുകൾ മുഴുവൻ അടഞ്ഞു കിടക്കുക. എന്താ കാരണം? ആയിരക്കണക്കിന് തൊഴിലാളികൾ, ആയിരക്കണക്കിന് കർഷകർ. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ട് ഇപ്പോൾ 900 ഈ പറയുന്ന ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഇതാ. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടോ കേരളത്തിൽ? വേസ്റ്റ് കൊണ്ട് ശ്വാസം മുട്ടി മരിക്കുക. കേരളം ആകെ പനിയാണ് ഈ വേസ്റ്റ് കൊണ്ട്. ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് പോലും പരിഹരിക്കാൻ കഴിയാതെ ജനങ്ങളെ വഞ്ചിച്ച് അതും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള ശ്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പെൻഷൻ ഞാനടക്കമുള്ളവർ പ്രസംഗിച്ച് 1000 രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞു. അത് ഉയർത്തി. ഓരോ മാസവും 100 രൂപ വർദ്ധിപ്പിച്ച് 10ാം വർഷത്തിൽ 2000 രൂപയിലേക്ക് എത്തണം. എത്ര രൂപ ഇപ്പോൾ? 1600. 1900 ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഈ സമയത്ത് അത് തന്നെ പല ഘട്ടത്തിലാണ് കൊടുക്കുന്നത്. ഏറ്റവും നല്ലൊരു കാര്യം ആ ഗവൺമെൻറ് ചെയ്തതായിരുന്നു. ഞാനടക്കമുള്ളത് ഒരു തർക്കമോ കാര്യത്തിലില്ല. അത് 2500 രൂപയും ആക്കണമെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ 1600 കൊണ്ടൊന്നും ഈ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ആ പെൻഷനേഴ്സിനെയും വഞ്ചിച്ച് 1600 കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇതിനെന്ത് വിളിക്കും? വഞ്ചന എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കട്ടെ. പിന്നെ സാധാരണക്കാരായ കരാറുകാർ ഇവിടെ ആകെ വിഴുങ്ങുകയാണല്ലോ. ULCC 1 കോടി രൂപയുടെ ടെൻഡറിന് വരെ വരികയാണ്. ആ സമൂഹം തന്നെ ഇവിടെ അവസാനിച്ചു പോയി. കരാറുകാർ, കോടികൾ ആസ്തിയുണ്ടായിരുന്ന പല കരാറുകാരും ഇന്ന് കൈക്കോട്ട് പണിക്ക് പോകേണ്ട ഗതികേടിലേക്ക് എത്തിച്ച് കൊള്ളയടിക്കുന്നു. ആരാ ULCC? നിങ്ങൾക്കറിയാം. കേരളം ഒട്ടാകെ വട്ടമിട്ട് പിടിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലകളും തകർത്തു. പലതും പറയാനുണ്ട്. ഇങ്ങനെ വഞ്ചനകൾ മാത്രം നടത്തി പിണറായി മുന്നോട്ട് പോകുകയാണ്. ആദ്യം വഞ്ചിച്ച VS ആ വഞ്ചനയുടെ കാലിലാണ് ഇന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ കൊടും വഞ്ചന നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് PV അൻവറിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ അവകാശമില്ല. ഈ നാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ അതിനെ ഇറങ്ങിത്തിരിച്ചത്. ആ മലയോര കർഷകരെയും തൊഴിലാളികളെയും കുടിയേറ്റക്കാരെയും 5 പൈസ ഈ അനിമൽ അറ്റാക്കിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിൽ ഉപയോഗപ്പെടുത്താത്ത മുഖ്യമന്ത്രിയാണ്. കൊടും വഞ്ചനയാണ്. ഏകദേശം 1000 കിലോമീറ്റർ വരും ഈ ഫോറസ്റ്റിന്. കൃത്യമായ ഫെൻസിങ് നടത്തിയാൽ ഈ ഒരു പറയുന്ന കടുവയും ആനയും ഒന്നിനും കടന്നു വരാൻ കഴിയില്ല. അതിന് കാശ് കൊടുക്കണം.
ഏറ്റവും ചുരുങ്ങിയത് 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവാക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ ഞാനിതിൻ്റെ പഠനം നടത്തിയതാണ്. 3 കോടി രൂപ കിലോമീറ്ററിന് ചെലവാക്കിയാൽ നല്ല റെയിൽവേ പാളത്തെ പോലെയുള്ള ഹൈ സീ ചാനലുകൾ ഇട്ടുകൊണ്ടുള്ള ഫെൻസിങ്, അടിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ നെറ്റ്, മുകളിൽ വലിയ റോപ്പ്. ആന ഇപ്പം ചവിട്ടി പൊളിക്കുന്നതും മരം തള്ളിയിട്ട് പൊളിക്കുന്നതും ഒരിക്കലും നടക്കില്ല. ഒരു മൃഗത്തിനും അടിയിലേക്ക് കൂടെ കടന്നു വരാൻ കഴിയില്ല. താഴെയും മുകളിലും ഇലക്ട്രിക് സപ്ലൈ. ഈ മൃഗങ്ങളെ വേർതിരിക്കാൻ കഴിയും. അതിനെന്ത് വേണം? 1 കിലോമീറ്ററിന് 3 കോടി വേണം. ആകെ വേണ്ടത് 3000 കോടി രൂപയാണ്. കോടാന കോടികൾ ഇടിച്ചു തള്ളുക. ഇപ്പോൾ വയനാടിൻ്റെ ഉള്ളിൽ കൂടെ തുരങ്കം, അതിൻ്റെ അടിയിൽ കൂടെ തന്നെ പോകണം. ആയിക്കോട്ടെ, ഈ പറയുന്ന 1 കോടി ജനങ്ങളുണ്ട് ഈ മേഖലയിൽ. 1.5 കോടി ജനങ്ങൾ, 489 പഞ്ചായത്ത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലായി. അത് പരിഹരിക്കാൻ 3000 കോടി രൂപയുണ്ടെങ്കിൽ തീർക്കും. എന്താ തീർക്കാത്തത്? തുരങ്കാവുമ്പോൾ ഇൻ്റർനാഷണൽ കമ്പനി വരും. കേരളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വലിയ കമ്പനികൾ വരും. ഇൻ്റർനാഷണൽ ബിഡിനെ പോകാൻ പറ്റൂ. നല്ല സുഖമാണ്. കമ്മീഷൻ ദുബായി കിട്ടും. ഒരുപാട് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കച്ചവടം മുഴുവൻ ദുബായിലാണ്. അപ്പോൾ തുരങ്കമുണ്ടാക്കണം. എന്താ ഭയങ്കര താല്പര്യത്തിലാണ്. ഒരൊറ്റ പാത ഉണ്ടാക്കിയാൽ മതി. ഈ മുണ്ടേരിയിൽ നിന്ന് നേരെ മേപ്പാടിയിലേക്ക് കയറും. ആകെ 100 കോടി രൂപ മുടക്കിയാൽ മതി. കൊടുത്ത പ്രപ്പോസലല്ലേ. ആകെ 27 ഏക്കർ ഭൂമിയാണ് വേണ്ടത് ഫോറസ്റ്റ് ഏറ്റെടുക്കാൻ. കേരളത്തിൻ്റെ നിയമസഭയിൽ PV അൻവർ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ എഴുതി കൊടുത്തു, എക്സ്ചേഞ്ചിനുള്ള ഭൂമി ഞാൻ നൽകാം. എനിക്ക് കക്കാടംപൊയിൽ കുറേ ഭൂമിയുണ്ട്. ഫോറസ്റ്റിനോടനുബന്ധിച്ച് കിടക്കുന്ന 27 ഏക്കർ ഭൂമി PV അൻവർ ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിന് നൽകാം. നിങ്ങളെ സ്ഥലം ഏറ്റെടുക്കണമെന്ന് നിയമസഭയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ രാജു മന്ത്രിയാകുന്ന സമയത്ത് എഴുതി കൊടുത്ത ആ പ്രപ്പോസൽ മുന്നോട്ട് പോകുമ്പം അതിനെ ചവിട്ടിയോനാ ഈ മന്ത്രി. നിങ്ങൾക്കറിയോ? മുഹമ്മദ് റിയാസ്. 60 കിലോമീറ്റർ വേണം ഇപ്പോൾ കോഴിക്കോട്ടേക്ക്, പെരിന്തൽമണ്ണയിലേക്ക്. വെറും 14 കിലോമീറ്റർ. അതാണല്ലോ വയനാട് ഇടിഞ്ഞു പൊളിഞ്ഞപ്പം എല്ലാ മയ്യത്തും ഇവിടെ വന്നത് പോത്തുകല്ലിൽ. ആ മുണ്ടേരി ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഒരു ഫ്ലൈ ഓവർ പോലെ പാത കെട്ടിയാൽ 1 ഇഞ്ച് ഭൂമി വേണ്ട. മൃഗങ്ങൾ അടിയിലൂടെ പോയിക്കോളും. സ്ഥലം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്നു. കേരളത്തിൻ്റെ നിയമസഭയിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കത്തവിടെ കിടക്കുക. ആ പ്രപ്പോസൽ ചവിട്ടി മുഹമ്മദ് റിയാസ്. അറിയോ ഈ തുരങ്കമുണ്ടാക്കാൻ ആരാ വഞ്ചന നടത്തുന്നത്? പത്രസമ്മേളനം വിളിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു മുഹമ്മദ് റിയാസിനെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയെയും. തിരുവനന്തപുരത്തേക്ക് ഞാൻ വരാം. ഞാനിങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല എന്നവരൊന്ന് പറയട്ടെ. ഞാൻ ഈ ഭൂമി കൊടുക്കാൻ തയ്യാറായി കൊടുത്ത ഉത്തരവാദിത്വം അങ്ങനെ ഒന്നും ഇല്ലാതെ പറയട്ടെ എന്ന്. രേഖ എൻ്റെ അടുത്തുണ്ട്. നിയമസഭയിലെ രേഖകളിൽ കിടക്കുന്നു. 24 25 ഏക്കർ ഭൂമി ഞാൻ കൊടുക്കാം. എൻ്റെ സ്വന്തം ഭൂമി, എക്സ്ചേഞ്ച് ഭൂമി. നിങ്ങളതിനൊരു പണം ചിലവാക്കണ്ട എന്ന് പറഞ്ഞത് അട്ടിമറിച്ചു. എന്തിന്? തുരങ്കമുണ്ടാക്കി കമ്മീഷൻ അടിക്കാൻ. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയില്ലേ? ആരാ വഞ്ചിച്ചത്? ഈ ജനങ്ങൾ ആലോചിക്കട്ടെ. ഇതിന് മറുപടി പറയണമെങ്കിൽ വേണമെങ്കിൽ ഒരു വലിയ ഹാളിലേക്ക് ഞാൻ വരാം. മഴയാണല്ലോ. 21 മന്ത്രിമാരും ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയും PV അൻവർ ഒറ്റയ്ക്ക് മതി. നിങ്ങളൊക്കെ വരൂ, മറുപടി പറയണം ആര് വഞ്ചിച്ചു എന്ന്. അപ്പം ഞാനിത് ജനകീയ കോടതിയിലേക്ക് വിടുക. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് എന്നെ നിങ്ങളാണ് എപ്പോഴും ചോദിക്കും. രാവിലെ വിളിച്ചിട്ട് എന്താണ് സ്ഥാനാർത്ഥിൻ്റെ ഷെഡ്യൂൾ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണ്ടല്ലോ. എനിക്കെന്ത് ഷെഡ്യൂളോ? ഒരു ഷെഡ്യൂളും ഇല്ല. ഒരു ഷെഡ്യൂളും ഇല്ല. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടു. പാവപ്പെട്ട ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യിക്കുന്നുണ്ട്. അവർ പരസ്പരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും നാട്ടുകാരെ കാണാൻ. ജനങ്ങളൊന്ന് കാണണമല്ലോ. എനിക്കൊരു ബേജാറുമില്ല, ഒരു ഷെഡ്യൂളും ഇല്ല. ഇതാണ് വസ്തുത. കുറച്ച് വെള്ളം കൊണ്ടോ. ഓക്കെ, ഒന്നുമില്ലല്ലോ, എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ. നോമിനേഷൻ
ഞാൻ അല്ല, ഞാനത് അങ്ങനെ ഒരു ഗൂഢാലോചനയോ എന്താ പറയുക, അതിന് 2 നോമിനേഷൻ കൊടുത്തപ്പോഴും സത്യത്തിൽ ഞാൻ ഈ 6ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ 14 വർഷത്തിനിടയ്ക്ക്. 2 പാർലമെൻറ്റ് കഴിഞ്ഞു, 3 നിയമസഭയും കഴിഞ്ഞു. പിന്നെ ചേലക്കര വേറൊരു തെരഞ്ഞെടുപ്പ് ഞാൻ സ്ഥാനാർത്ഥിയായ പോലെ നടത്തി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 7ാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിനൊന്നും ഈ പറയുന്ന സ്ക്രൂട്ടിനിക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിന് എനിക്ക് ഭയമുണ്ടായിരുന്നു. ഇവരൊക്കെ ഒന്നാണ്, എല്ലാവരും എതിരാളികളൊന്നും. ഞാൻ ഒറ്റക്കല്ല ഈ മനുഷ്യന്മാരുടെ ഇടയിൽ, കുറേ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു വടി നിർത്തിയ പോലെ നിൽക്കുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഒരു പക്ഷേ നടക്കാമെന്നുള്ളൊരു രാവിലെ എണീറ്റപ്പുണ്ടായ ഒരു ഫീലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. അത് തീർത്തും ടെക്നിക്കൽ റീസണിൻ്റെ മുകളിൽ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന ബോർഡിൽ ഒക്കെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്നലെ പ്രിൻറ്റ് ചെയ്ത് വന്ന്, ഇപ്പോൾ അതിലും ഒക്കെ കറുത്ത പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക തൃണമൂൽ സ്ഥാനാർത്ഥി. മാത്രമല്ല, നമ്മളങ്ങനെ ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ തയ്യാറെടുപ്പിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷന് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ വിജ്ഞാപനം വന്നാൽ കത്ത് കൊടുക്കണം. അന്ന് ആ പാർട്ടി കൊടുക്കൂലേ? 31-ാം തീയതി വൈകുന്നേരം മറ്റേ പ്രതിപക്ഷ നേതാവ് വാതിൽ അടച്ചിരിക്കും, ഞാൻ മത്സരിക്കാനില്ല, ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്. പിന്നെ വാതിൽ അടച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോവുക? വീണ്ടും ആഫ്രിക്കയ്ക്ക് നീ പോയിക്കോ എന്നാണ് അതിൻ്റെ പച്ച മലയാളം. അതിൻ്റെ പച്ച മലയാളം അതാണല്ലോ. ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു, കാല് പിടിക്കാനുള്ളത് കാല് മുഴുവൻ പിടിച്ചു. UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും എല്ലാവരും ഈ കാര്യത്തിൽ പറഞ്ഞാട്ടും ഞാൻ മത്സരത്തിനില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാതിലടച്ച് വീട്ടിലിരിക്കുമ്പോൾ മൂപ്പര് വന്നിട്ട് 2ാമത്തെ വാതിൽ അത് അടക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എന്നെ തീർത്തു എന്നല്ലേ. പിന്നെ എനിക്ക് എൻ്റെ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാമെന്നല്ലാതെ 31-ാം തീയതി അല്ലേ നമ്മൾ കൊടുത്ത എല്ലാ പ്രിൻറ്റിങ് സാധനങ്ങളും. മിനിയാന്ന് തീരുമാനമായപ്പോൾ നമ്മളെന്താ പറയുക, വോട്ട് അഭ്യർത്ഥനയും ബാക്കിയും ഒക്കെ എല്ലാം പ്രിൻറ്റ് ചെയ്ത് എന്താ പറയുക, ഇന്ന് രാവിലെ അവർ ഡെലിവറി ചെയ്യണ്ട, മുഴുവൻ പോയി ആ പൈസ. 57 കോടി. അത് നിങ്ങൾ ആദ്യം 2011 ഞാൻ കൊടുത്ത എൻ്റെ അഫിഡവിറ്റ് ഒന്ന് പരിശോധിച്ചു, അന്ന് എത്ര കോടി ഉണ്ടായിരുന്നു. അത് ഈ 14 വർഷം കൊണ്ട് ആ സ്വത്ത് മുതലുകൾക്ക് എത്ര ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ ആലോചിക്കണം. അതിൽ നിന്ന് കുറവാണെന്ന് ഞാൻ നിൽക്കുന്നത്. 57 കോടി എന്നാൽ സർക്കാർ നിശ്ചയിച്ച വിലയാണ്. നമുക്കറിയാം, സർക്കാർ വില സെൻറ്റിന് 10,000 ആണെങ്കിൽ ഇന്ന് ഭൂമിക്ക് എന്താ പറയുക, ഒരു സെൻറ്റിന് 1,00,000 രൂപയുള്ളതാണ് 10,000 രൂപ നമ്മൾ ഫീസ് അടക്കുന്നത്. ആ കണക്കിന് എനിക്കൊരു 1,500 കോടി റുപ്യയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട്, ഒരു തർക്കമില്ല. 1 ഇഞ്ച് ഭൂമിയൊന്നും വിൽക്കാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ മുകളിലും ഈ പറയുന്ന മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസിട്ട് മൂടി വെച്ചിട്ട് കയറി കെട്ടിയിരിക്കുക. ഒരാൾ എൻ്റെ അടുത്ത് 1 സെൻറ്റ് ഭൂമി വാങ്ങില്ല. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ 5-10 കൊല്ലം ഞാൻ കേസ് നടത്തേണ്ടി വരും. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല എന്നാ വസ്തുതയില്ലേ. ഞാൻ ഇൻകം ടാക്സ് അടച്ചിട്ട് എത്ര കൊല്ലമായി നോക്കൂ. വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കുക. അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. 25,000 റുപ്യ അക്കൗണ്ടിലല്ലേ. അപ്പോൾ പണമില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് മുതലുണ്ട്. ഈ കേസിനൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ഇപ്പോൾ ഈ 500 കോടി 10 കൊല്ലം കഴിയുമ്പോൾ അതൊരു 1,000 കോടി 2,000 കോടി അതിൻ്റെ ആസ്തിയായിരിക്കും അത് മാർക്കറ്റിൽ. ഞാനിവിടെ അങ്ങാടിയിൽ തെണ്ട് എന്നല്ല പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇതിനിങ്ങനെ തിരഞ്ഞെടുപ്പ് കാരണം 15 ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ. എത്ര കടം പറയാം? കുറേയൊക്കെ കടം പറയാം. അപ്പം പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അതെ, സാധാരണ അതാരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് കണ്ടില്ല. അതിലിപ്പോൾ എന്താ ഞാൻ പറയാം. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചിട്ടുണ്ട്. എനിക്ക് കുറേ ജ്യേഷ്ഠന്മാരും ബന്ധുക്കളുമായിട്ടുള്ള ജ്യേഷ്ഠന്മാർ കണ്ടമാനുള്ള വലിയ ഫാമിലിയാണ് നമ്മൾ. ഒരു ഉമ്മ പ്രസവിച്ച മക്കൾക്ക് തന്നെ പല രീതിയിലുള്ള മക്കളുണ്ടാവുമല്ലോ. ബുദ്ധിയുള്ളവരുണ്ടാവും, ബുദ്ധിയില്ലാത്തവരുണ്ടാവും, വികലാംഗരുണ്ടാവും. പഠിത്തം സഹായിച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല. സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ നേതാവാരാ? അദ്ദേഹം ഏത് പാർട്ടിയാണ് എന്നൊക്കെ അറിയില്ലേ? NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേതാവാരാ? കേരളത്തിലെ മലയോര മനുഷ്യരെ അങ്ങേയറ്റം വെറുക്കപ്പെട്ട കേരളത്തിലെ വനമന്ത്രിയാണ് AK ശശീന്ദ്രൻ. വയനാട്ടിൽ ഒരു സഹോദരിയെ പുലി പിടിച്ച് നമ്മളെല്ലാം കൂടെ തെരയുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ട് ഫാഷൻ ഷോയിൽ പാട്ട് പാടി ആടുന്ന മന്ത്രിയ മൂപ്പര നേതാവ്. അപ്പോൾ പിന്നെ മൂപ്പര എന്തായിരിക്കും എന്നുള്ള ആലോചിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും താല്പര്യമാണ്. അദ്ദേഹത്തിന് പല സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. അദ്ദേഹം അങ്ങനെ സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു.
അദ്ദേഹം സ്വാധീനിച്ച് എൻ്റെ കുടുംബത്തിലെ പലരും വന്നിട്ട് എന്നോട് സംസാരിച്ചിരുന്നു, മുഖ്യമന്ത്രിക്കെതിരെ പോരാടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആരെ കണ്ടിട്ടാണ്, അപ്പുറത്തോ ശത്രുക്കൾ, ചെയ്യരുത്, പറയരുത്. ഞാൻ അവിടെ നിന്ന് ഒരാളെയും നോക്കിയിട്ടില്ല. എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കണ്ട പോലെ ബോധ്യപ്പെട്ട വിഷയങ്ങൾ, ഈ ഒരു സമൂഹത്തെ ഇവർ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്നു, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. എൻ്റെ ജീവൻ അപകടത്തിലാണ്, എൻ്റെ സ്വത്തും മുതൽ എങ്ങനെയാണ്, അവർക്കൊക്കെ അത് പേടിയുണ്ടാവും. ആ താല്പര്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അതൊന്നും PV അൻവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞാൻ എൻ്റെ വാപ്പാൻ്റെ മോനാണ്. PV ശൗക്കത്തിന് ട്രോളിനോളിൽ ട്രോളാം. അദ്ദേഹം എടുത്തൊരു ഗാന്ധിയൻ നിലപാടുണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ വാപ്പാൻ്റെ മോനാണ്, ആ ആശയത്തിൻ്റെ പിന്നിലാണെങ്കിൽ അത് പറയില്ല. എന്നോട് നീ പോടാ മുന്നോട്ട് എന്ന് പറഞ്ഞ ഏട്ടന്മാരുണ്ട്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ സതുദ്ദേശത്തിൽ ചെയ്ത എനിക്കെന്തെങ്കിലും സംഭവിക്കുന്ന നിലക്കാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാനത് കീഴ്പ്പെട്ട് കൊടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. അത് പെരുന്നാൾ ശേഷമുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ തങ്ങന്മാരെയും മുസ്ലിം ലീഗിനെയും അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെയും ആരാണ് അപമാനിച്ചതെന്നും എന്തിനാണ് അപമാനിച്ചതെന്നും കേരളത്തിലെ എല്ലാ പൊതുപ്രവർത്തകർക്കും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും അല്ല ജനങ്ങൾക്ക് അറിയാമല്ലോ. അവർ നോക്കട്ടെ. എത്ര എവിടെ സുധാരേട്ടൻ എവിടെയും കണ്ടോ നിങ്ങൾ? എന്ന് വരും. തങ്ങന്മാർ ഇന്നലെ വന്നില്ലേ, സ്വാഭാവികമല്ലേ, വരാതിരിക്കാൻ പറ്റുമോ? അത് അവരുടെ മാന്യത, തങ്ങന്മാരുടെ. അല്ല, അതിൽ ജോയി അങ്ങനെ ഓപ്പണായി പറഞ്ഞതിൽ എനിക്ക് നന്ദിയും സ്നേഹമുണ്ട്. എന്നോട് ഇപ്പോഴും പലരും സംസാരിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോഴും അണ്ടർ ദ ഡിസ്കഷനാണ്. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതിന് നിങ്ങൾ പേരെന്തും ഇടാൻ. വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എന്നോട് സംസാരിക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കാൻ പറ്റുന്ന, എന്നോട് നീ അവിടെ ഇരിക്കടാ എന്ന് പറയാൻ പറ്റുന്ന പലരും സമൂഹത്തിലുണ്ടല്ലോ. അതിൻ്റെ ബന്ധുക്കളാകാം, എൻ്റെ സുഹൃത്തുക്കളാകാം, എന്താ പറയുക, മറ്റു സാമുദായിക ആളുകൾ, അവരോടൊക്കെ സംസാരിച്ചിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അവർ വിളിക്കുന്നുണ്ട്. നേർക്കുനേരെ വിളിക്കുന്നവരുണ്ട്. അതെ, പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട്, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ല, പിന്മാറുകയോ ഇല്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാൻ വളരെ വ്യക്തമാക്കിയ കാര്യമല്ലേ നിങ്ങളോട്. ഞാൻ ഈ വീടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി നോമിനേഷൻ കൊടുക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാനെന്താ പറഞ്ഞത്? PV അൻവറിൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ മരിച്ച് വീഴേണ്ടി വരും, അതുവരെ ഞാൻ ഈ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കേ എനിക്കുള്ളൂ. മറ്റൊരു കൗതുകമായ കാര്യം, ഹരിയാണ ശൗക്കത്തിന് സ്വരാജിനോ അപരന്മാരില്ല, അവിടെ ഒരു അപരനെ നിലമ്പോഴുള്ളൂ, അത് PV അൻവർ. അൻവറല്ലേ അവിടെ തോൽപ്പിക്കപ്പെടേണ്ട ആള്. എന്തിനാ ശൗക്കത്ത് ഇങ്ങനെ ഭയപ്പെടുന്നത്? എങ്ങോട്ടേക്കായി പോകുന്നത്? 75,000 വോട്ടിന് നിങ്ങൾ എഴുതി വെച്ചോ. ട്രോളിക്കുന്നവർക്ക് ട്രോളാം, ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. 75 വോട്ടിന് അവിടെ PV അൻവർ വിജയിച്ച് കയറും. 75,000 വോട്ട് അൻവർ പിടിക്കും. അത് അൻവറിൻ്റെ വോട്ടല്ല, ജനങ്ങളെ വോട്ടാണ്. സോറി, 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 30,000 പ്ലസ് 70, അറൗണ്ട് 70,000 to 75,000 വോട്ട്. കാരണം അതിന് കൃത്യമായ കണക്കാണ്. അവിടെ CPM-നെ സംബന്ധിച്ച് 75,000 വോട്ട് പിടിക്കും. അതായത് പ്രിയങ്ക ഗാന്ധി പിടിച്ച 97,000 വോട്ടാണ്. അതിൽ നിന്ന് 1,000-ഓ 2,000-ഓ വോട്ടിൻ്റെ കുറവുടെ ഉണ്ടാവും. 50,000 ഫ്ലോട്ടിംഗ് വോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. CPM-ന് കിട്ടിയ വോട്ട് ഈ പറയുന്ന എന്താണ്? 29,900 ചില്ലാനും വോട്ടാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് തന്നെയാണ് ഏകദേശം എന്താ പറയുക ലീഗിൻ്റെ വോട്ട്, ഉറച്ച വോട്ട് എന്ന് പറയുന്നത് 30,000 35,000. കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് 40,000 to 45,000 ആണ് ആ മണ്ഡലത്തിൽ ഉറച്ച വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലീഗും കോൺഗ്രസും കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന 70,000 to 80,000 വോട്ട് വരുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ 100% വോട്ട് കിട്ടും. മറുഭാഗത്തുനിന്ന് ഘടകകക്ഷികളിൽ നിന്ന് ഈ പറയുന്ന 15-20% വോട്ട് വരും. ആ വോട്ട് വരുമ്പോൾ ഏകദേശം 1 ലക്ഷം വോട്ട് PV അൻവറിന് നേടിയിരിക്കും.
നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്താണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം, നിങ്ങളിത് അറിയുന്നില്ല. ആ മണ്ഡലത്തിലൂടെ ഈ 2 ദിവസം നടന്നു പോയപ്പോൾ ഞാൻ ആ ഒരു 25,000 വോട്ട് എന്നും എനിക്കറിയാം അവിടെ ഉണ്ട്. ഇതൊന്നുമില്ലാത്ത 2014 പാർലമെൻറ്റിലാകെ 13 ദിവസമാണ് ഉണ്ടായിരുന്നത്. അന്ന് ആ മണ്ഡലത്തിലൂടെ ഒരു ജീപ്പിൻ്റെ മുഖത്ത് കയറി ഇങ്ങനെ പോയിട്ട് അന്ന് 8,900 വോട്ട് കിട്ടിയവനാ പി വി അൻവർ. അത് കഴിഞ്ഞ് 9 കൊല്ലമായി അവരുടെ കൂടെ കിടന്നുറങ്ങിയവനാ. എൻ്റെ വിയർപ്പിൻ്റെ മണമറിയുന്ന, എൻ്റെ മനസ്സിൻ്റെ കണ്ണറിയുന്നവരാണ് ആ നാട്ടിലെ ജനങ്ങൾ. ഞാൻ അവിടെ ഒരു അധികാര പ്രയോഗം നടത്തിയിട്ടില്ല. ഞാൻ ആ ജനങ്ങളെ കൂടെ യാത്ര ചെയ്യായിരുന്നു. അതവർക്കറിയാം. അവരുടെ എല്ലാ ദുരന്തങ്ങളിലും പാവപ്പെട്ട വയനാട്ടിലെ ഈ സാധുക്കൾ ഈ കഷ്ടപ്പെടുമ്പം ഇവിടെ മരിച്ചു വീണ ഒരു വീട് പോയവർക്കും സർക്കാരിൻ്റെ വാങ്ങി പോക്കറ്റ് മണിയാക്കി കൊടുത്ത് ജനങ്ങളുടെ നിന്ന് പിരിവ് വാങ്ങി അവർക്ക് ഭൂമിയും സ്ഥലവും വീടുണ്ടാക്കി കൊടുത്ത് എന്തുകൊണ്ടാണ് അറിയാം നിങ്ങൾ? ആ കവളപ്പാറയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോൾ ഈ 500, 600, 700 സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് 1000, 1500 സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ 1 ഏക്കറും 1/2 ഏക്കർ സ്ഥലത്ത് സുഖമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. ആ മനുഷ്യരെ പിന്നെ നമ്മൾ കോഴിക്കൂട്ടിലേക്കാണ് തള്ളുന്നത്. ഇപ്പം 30 ലക്ഷം വെച്ചിട്ട് ആ ഊരാളുകളുടെ കരാർ കൊടുത്ത് ജനങ്ങൾ ശബ്ദം ഉണ്ടാക്കിയപ്പം 20 ലക്ഷം ആക്കിയ ഒരു വീടിന്. അപ്പം നിങ്ങൾ വേറെ എവിടെയും പോവുകയാണെങ്കിൽ 15 ലക്ഷം കൊടുക്കുള്ളൂ. 1.25 കോടി കൊടുക്കുക. ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ പോൾക്ക് 15 ലക്ഷം കൊടുക്കുള്ളൂ. പച്ച മനുഷ്യനെ പിച്ച് ചീന്തി മരിച്ചു പോയവരുടെ രക്തം കുടിക്കുക ഈ വഞ്ചകൻ. എനിക്കിങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. നീ ജനങ്ങൾ ആലോചിച്ചോട്ടെ. ഞാൻ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല വാദിച്ചത്. എങ്ങനെയാണ് ജോയിനെ പറ്റി ഞാൻ ഒരു മലയോര കുടിയേറ്റ കർഷകൻ സ്ഥാനാർത്ഥിയാവട്ടെ, എനിക്ക് തന്നെ പറയാമല്ലോ ഞാൻ മത്സരിക്കാമെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മലയോര കുടിയേറ്റ കർഷകനായ ജോയി സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് പറഞ്ഞു. ജോയി DCC പ്രസിഡൻ്റാണ്. അവസാന സെറ്റിൽമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ UDF നേതൃത്വത്തോട്. വേറെയും ക്രൈസ്തവരുണ്ടല്ലോ. ഞാൻ OT ജെയിംസിൻ്റെ പേര് പറഞ്ഞു ഈ നേതൃത്വത്തോട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ റൈറ്റ് ഹാൻഡാണ് OT ജെയിംസ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, എന്താ പറയുക, എടക്കര പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. കാരണം ഈ ചങ്ങാതിക്ക് വോട്ട് കിട്ടൂല, അതെൻ്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്തേ തയ്യാറാവാതിരുന്നത്? OTയോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ ചോദിക്കും OTയോട്. എന്നോടെന്താ പറഞ്ഞു? ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല എന്നോട്. നിങ്ങൾ അങ്ങനെ പറയല്ലേ എന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ OT ജെയിംസ് MLA ആയിരുന്നല്ലോ, നിലമ്പൂരിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നല്ലോ. ഇനി ഞാൻ എന്താ പറയേണ്ടത്? എല്ലാ മാർഗവും ഞാൻ നോക്കിയില്ലേ. ആ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. കാരണം ഞാൻ അന്നും ഇന്നും ആത്മാർത്ഥമായി ഈ കസാരയിൽ ഷൗക്കത്തിരുന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചത്. ഇപ്പോഴാ ഇവരിയ്ക്കുന്ന ഈ ചെയറിൽ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്ത് നീ ജയിക്കൂല, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. നീ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത്? ഞാനിതൊക്കെ അള്ളാഹുവിനെ സാക്ഷ്യത്തെ പറയുന്നത്. എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ എന്തുകൊണ്ട് നീ പരാജയപ്പെടുന്നു ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇന്ന വോട്ടുകൾ നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് ജോയ് മത്സരിക്കട്ടെ. 2008-9 മാസമുള്ളൂ ഷൗക്കത്ത്. 26 നീ മത്സരിച്ചോ? നമുക്കൊരു കരാറുണ്ടാക്കാം. ഞാനില്ല, ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ഈ കോൺഗ്രസ് ലീഡർഷിപ്പായിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ ആക്ഷനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. ഇവിടെ പാണക്കാട് തങ്ങളെയും UDFൻ്റെ സകല നേതാക്കളെയും വിളിച്ചോ, മറ്റുള്ള നേതാക്കളെയും വിളിച്ചോ. ഞാനും ജോയിയും നീയും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇരുന്നിട്ട് ഒരു കരാർ എഴുതാം. നീ 26 മത്സരിക്ക്. നീ ഇവിടെ തോറ്റാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളെയും ബാധിക്കും ഷൗക്കത്തെ. ഞാൻ എന്തിനാ രാജിവെച്ചത് ഷൗക്കത്തെ? എന്നോട് ഞാൻ വാപ്പുട്ടിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ രാജിവെച്ചത് 3ാം ഗവൺമെൻറ് പിണറായി അല്ല, ഈ കേരളം അവർക്കെതിരാണ് എന്നുള്ള ഒരു വോട്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോഴേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. ഒന്ന് സഹായിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പേ പോയാൽ പോയി. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ എല്ലാവരും കൂടെ വരും. ഈ ചാൻസ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പം പറഞ്ഞു നിനക്ക് നിൻ്റെ വഴി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അത് വിശ്വസിക്കാൻ പറ്റില്ല, കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞ് UDF നേതൃത്വവും ഈ പറയുന്ന UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും പാണക്കാട് തങ്ങളും ഈ പറയുന്ന ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ വേറെ നിനക്ക് വിശ്വാസമല്ല സാമുദായിക നേതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് നമുക്ക് ഈ വിഷയം തീർക്കാം. തയ്യാറില്ല. ഇതും പറഞ്ഞിട്ടോ, ഞാൻ വോട്ടിൻ്റെ കാര്യം പറഞ്ഞു.
ഇനി ജോയിയോട് വ്യക്തിപരമായി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജോയി പോയിക്കോട്ടെ, മാറി നിൽക്കട്ടെ, വോട്ട് ജെയിംസ് മത്സരിക്കട്ടെ. അങ്ങനെ നിനക്കൊരു അഭിമാനക്ഷതം വേണ്ട. ഇനിയിപ്പോൾ ഇതിലപ്പുറം എന്താ പറയാങ്ങളെന്ന് ആലോചിക്ക്. അപ്പോൾ എന്താ ഉദ്ദേശം? ഇവർക്ക് ആദ്യം തങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ നെക്സസിനൊക്കെതിരെ പറഞ്ഞപ്പോൾ ഒരു സ്വീകാര്യതയുണ്ട്. പക്ഷെ വീണ്ടും UDF-നോടൊക്കെ സഹകരിക്കാൻ തയ്യാറായി, വീണ്ടും അതേ പൊളിറ്റിക്കൽ നെക്സസ് പറയുമ്പോൾ അതിനത്ര ഒരു സ്വീകാര്യത. ഞാൻ പൊളിറ്റിക്കൽ നെക്സസ് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ അടിവേര് വെട്ടുന്ന പൊളിറ്റിക്കൽ നെക്സസാണ്. അതിൻ്റെ തിരിച്ചറിവിലാണ് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ പറഞ്ഞ രാജവമ്പാല കിങ് കോബ്ര ആണോ ആ അപകടം, അതാ സാധാ മൂർഖം പാമ്പാണോ? ആ കിങ് കോബ്രയെ അടിക്കാനാണ് ഈ ചെറിയ മൂർഖം പാമ്പുകളോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എങ്ങനെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നതുകൊണ്ടേ തൃണമൂൽ കോൺഗ്രസിന്റെ കൊടിയും പതാകയും ഉപയോഗിക്കരുതുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആര്? തൃണമൂൽ കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ. ആരത്? മലപ്പുറം കലക്ടർ. എനിക്ക് ഓർമ്മയാകുന്ന മോഹൻലാലിൻ്റെയും മറ്റേയാളുടെയും പഴയ 1-2 സിനിമകളൊക്കെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ പറയാം. ഇത് മനസ്സിലായില്ല. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും എതിരെയൊക്കെ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ ആരോപണമൊക്കെ ഉന്നയിച്ച PV അൻവർ, പക്ഷേ പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ അതൊന്നും കാര്യമായി പറഞ്ഞില്ല. അല്ല, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതയെക്കുറിച്ചും മറ്റുള്ളവരെ എന്താ പറയുക ഇകഴ്ത്തി കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ത്വരയെക്കുറിച്ചുമൊക്കെ നിലമ്പൂരിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് PV അൻവറുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിയ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയാണ്, തൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല വാതിലടച്ചതെന്നാണ്. അപ്പം അദ്ദേഹം ആരെ പറ്റി എന്തും പറയും, മനസ്സിലായില്ലേ? ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ രമേശ് ചെന്നിത്തലയും ഒക്കെ ഇതിൻ്റെ വാതിലടക്കണമെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാലോ. അപ്പം അദ്ദേഹത്തിൻ്റെ മേലെ വീണ ചാണകം ഇവരുടെ മുഖത്താണ് തേക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ നേതാക്കന്മാരുടെ. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് VD സതീശൻ, വാട്ട് ഐ ക്യാൻ ഡു. ഈ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രാദേശിക തലത്തിൽ അവര് വേറൊരു തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിക്കൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു മറ്റേ കോഴിക്കോട് നമ്മുടെ എന്താ പറയുക എന്താണ് ഭ്രാന്താശുപത്രിക്ക് പറയുക, കുതിരവട്ടം ഭ്രാന്താശുപത്രി സന്ദർശിക്കാൻ കോഴിക്കോട് വന്നപ്പോൾ പോയപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പം അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഞാനും വന്നപ്പോൾ തന്നെ പറഞ്ഞ് ഗുളിക കുടിച്ചപ്പോൾ തീരുന്ന ആ റൂമിൽ പോയി കിടന്നു പറഞ്ഞു. മനസ്സിലായില്ലേ? അത്രയും ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.